അരുണാചൽ പ്രദേശിൽ തേജു രൂപതയിലെ ആദ്യകാല ദേവാലയങ്ങളിലൊന്നാണ് ഈ ദേവാലയം. ആദ്യകാലങ്ങളിൽ ചുരുങ്ങിയ ആളുകൾ മാത്രമുണ്ടായിരുന്ന ഈ ദേവാലയം ഇന്ന് ഭക്തജനങ്ങളെ കൊണ്ട് നിറയുന്ന കാഴ്ചയാണ്. ദേവാലയം തിങ്ങി നിറഞ്ഞിരിക്കുന്ന ആൾക്കൂട്ടത്തെ കാണുമ്പോൾ ദൈവം എത്രമാത്രം ഈ ജനതയെ അനുഗ്രഹിച്ചു എന്ന സത്യമാണ് നമുക്ക് ഓർമ്മ വരിക. ഇവിടുത്തെ മിഷൻ സൺഡേയുടെ കാഴ്ചകൾ കണ്ടുവരാം. ഇവിടുത്തെ ഇടവക്കാർ ഒന്നടക്കം ഒരേ മനസ്സോടും ഒരേ ഹൃദയത്തോടും കൂടി ഒരുമിച്ച് വന്ന് കൂട്ടായ്മയോടുകൂടി നടത്തുന്ന എല്ലാ കൊല്ലം നടത്തുന്ന പരിപാടിയാണ്. എല്ലാവരും വരും, എല്ലാവരും സഹകരിക്കും. പ്രത്യേകമായിട്ട് നിങ്ങളെ ഓരോരുത്തരെയും ഇതിനായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഞാനിവിടെ 1982 കല്യാണം കഴിച്ച് വന്ന്, അപ്പം വഴിയെന്ന് പറയുന്ന സാധനം ഒരു ചെറിയ ഇത് മാത്രമേ ഉള്ളായിരുന്നു. ഒരു വണ്ടി പോകുന്ന പരുവം ബുദ്ധിമുട്ട്. ഒരു വണ്ടിയിൽ മനുഷ്യർ പോകും, പച്ചക്കറികൾ പോകും, മൃഗങ്ങൾ, അപ്പോൾ കോഴി, പന്നി, അങ്ങനെയുള്ള സാധനങ്ങൾ, അങ്ങനെ പപ്പാതി അങ്ങനെയുള്ള വണ്ടിയല്ല ഞങ്ങൾ യാത്ര ചെയ്ത് വന്നത്. ആ അവസ്ഥയിൽ നിന്ന് ഇന്നിപ്പം നല്ല റോഡ്, ഈവൻ ഹെലിപ്പാഡ്, പ്ലെയിൻ സർവീസ് എല്ലാം ആയി. അന്ന് അച്ഛന്മാരെയും സിസ്റ്റേഴ്സിനെയും അരുണാചൽ പ്രദേശിലേക്ക് അലവ് അല്ലായിരുന്നു. അവർ വരുന്നെന്ന് പറയുന്നത് സിവിൽ ഡ്രസ്സ് ധരിച്ച് വേറെ പേരിൽ പാസ് ഉണ്ടാക്കി ആണ് അവർ എൻട്രി ചെയ്ത് വരികയും രഹസ്യമായി വീടുകളിൽ കുർബാന ചെല്ലുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടാണ് അവർ പോകുന്നത്. അങ്ങനെ വന്ന് ലോക്കൽ ആൾക്കാരെ കണ്ട് അവരുടെ വീടുകളിൽ താമസിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവരെ മിഷനാക്കി ആണ് അന്നത്തെ മിഷൻ സർവീസ് നടന്നുകൊണ്ടിരുന്നത്. പ്രേംഭായിയൊക്കെ ഞങ്ങളുടെ വീടുകളിൽ വരികയും പ്രാർത്ഥിക്കുകയും ഞങ്ങൾ പുള്ളിയുടെ കൂടെ സഹവസിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരു കുടുംബമാണ്. ഇപ്പം എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട്. മിഷൻ രാജീവ് ഗാന്ധിയാണ് ആദ്യമായിട്ട് വന്ന് ഇവിടെ അരുണാചലിൽ പള്ളി സ്ഥാപിച്ചത് 1987-88 കാലങ്ങളിൽ. അതിനുശേഷമാണ് പള്ളിയായതും നമുക്ക് അച്ഛന്മാരെ സിസ്റ്റേഴ്സിനെ ഇവിടെ അലവ് ആയത്. അങ്ങനെ മിഷൻ പ്രവർത്തനം വന്ന് ഇപ്പം സ്വാതന്ത്ര്യമുണ്ട്. നമുക്ക് ഇഷ്ടം പോലെ അച്ഛന്മാർ വരുന്നു, സിസ്റ്റേഴ്സ് വരുന്നു, പള്ളികളായി, സ്കൂളുകളായി, മഠങ്ങളായി, അങ്ങനെ ഒത്തിരി ഡെവലപ്പായി. ഞങ്ങൾക്ക് ഇവിടെ സ്ഥലം മേടിക്കാൻ പറ്റത്തില്ല. ഇത് ചൈനയുടെ ബോർഡർ ആയതുകൊണ്ട് ഇവിടെ റെസ്ട്രിക്റ്റഡ് ഏരിയ ആണ്. അവിടെ ഇന്ത്യൻ പ്രസിഡന്റിന് പോലും അരുണാചലിൽ സ്ഥലം മേടിക്കാൻ പറ്റത്തില്ല. അന്ന് വരുമ്പോൾ ഇവിടെ ഒരു ചെറിയ പള്ളിയായിരുന്നു. ഈ പള്ളിയുടെ തൊട്ടപ്പുറത്ത് ഒരു ബംബു കൊണ്ട് ഉണ്ടാക്കിയ ഒരു ചെറിയ മുള ഉണ്ട്. അവിടെ ഡെവലപ്പ് ഒന്നും ആകാത്ത ഒരു സ്ഥലമായിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പോൾ 2010 ഈ പള്ളിക്ക് തുടക്കമിട്ടത് ബിഷപ്പ് ജോർജ് പള്ളിപ്പറമ്പിൽ. അത് കഴിഞ്ഞ് എല്ലാവരുടെയും സഹകരണത്തോടു കൂടി എല്ലാവരും ഡൊണേഷനൊക്കെ ഇട്ടാണ് ഈ പള്ളി. നേരത്തെ ട്രൈബൽസ് ഒന്നും അങ്ങനെ ഇല്ലായിരുന്നു, ക്രിസ്ത്യൻസായിട്ട്. പിന്നെ പള്ളിയായി, പിന്നെ സ്കൂളിൽ പിള്ളേർ വരാൻ തുടങ്ങി. പിന്നെ അച്ഛന്മാരുടെ സിസ്റ്റേഴ്സിൻ്റെ ഒക്കെ ആ പെരുമാറ്റവും രീതിയും കാരണം എല്ലാവരും കുറേ പേരൊക്കെ ഇങ്ങോട്ട് വരാറായി. പിന്നെ അവരുടെ ജീവിതം കണ്ട് പലരും ഇങ്ങോട്ട് അട്രാക്റ്റായിട്ട് പലരും പള്ളി വരാൻ തുടങ്ങി. അങ്ങനെ ഇതുവരെയൊക്കെ ആയി. ഇത്രയോ ആൾക്കാരൊക്കെ ക്രിസ്ത്യൻ ഈ കാണുന്ന ആൾക്കാരൊക്കെ ഈ 10 വർഷത്തിനകത്ത് വന്ന് ചേർന്ന് ഇതായവരാണ്. വിശ്വാസമുള്ളവർ നല്ല ഉറച്ച വിശ്വാസികളാണ്. നമ്മുടെ ആദിമ ക്രൈസ്തവർ എങ്ങനെയാണ് വിശ്വസിച്ചത് അതേ രീതിയിലാണ് വിശ്വസിക്കുന്നത്. പിന്നെ വിശ്വാസം ഇല്ലാത്തവർക്ക് അതുപോലെ. അതെ.